എല്ലാവർക്കും നമസ്കാരം. എഡ്യൂ പ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ PhD പ്രപ്പോസലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. PhD പ്രപ്പോസൽ എന്താണ്, എങ്ങനെ എഴുതണം, എത്ര ലെങ്ത് വേണം, എന്തൊക്കെ ഉൾപ്പെടുത്തണം, എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കൂടാതെ 2 സബ്ജക്റ്റിൽ റിസർച്ച് പ്രപ്പോസൽ തയ്യാറാക്കാനുള്ള രീതിയും ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. PhD അഡ്മിഷന് ശേഷം റിസർച്ച് തുടങ്ങുന്നതിന് മുമ്പുള്ള ആദ്യത്തെ സ്റ്റെപ്പാണിത്. PhD റിസർച്ച് പ്രപ്പോസൽ ചില യൂണിവേഴ്സിറ്റികളിൽ റിസർച്ച് പ്രപ്പോസൽ അഡ്മിഷന് മുമ്പ് സബ്മിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി PhD റിസർച്ച് പ്രപ്പോസൽ എന്താണ് എന്ന് നോക്കാം. PhD റിസർച്ച് പ്രപ്പോസൽ എന്നത് നിങ്ങൾ PhDയിൽ റിസർച്ച് ചെയ്യാൻ പോകുന്ന വിഷയം എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ്, റിസർച്ച് ചെയ്താൽ ശാസ്ത്രലോകത്തിന് ഉണ്ടാകുന്ന നേട്ടം എന്താണ്, റിസർച്ച് മെത്തേഡ് തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ് റിസർച്ച് പ്രപ്പോസൽ എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റികൾ PhD പ്രപ്പോസലിനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങളുടെ റിസർച്ച് ടോപ്പിക്ക് മീനിങ് ഫുൾ ആണോ, റിയലിസ്റ്റിക് ആണോ, കൂടാതെ യൂണിവേഴ്സിറ്റി സൂപ്പർവൈസർമാർക്ക് അനുയോജ്യമാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതും സെലക്ട് ചെയ്യുന്നതും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓരോ യൂണിവേഴ്സിറ്റിയും PhD റിസർച്ച് പ്രപ്പോസൽ തയ്യാറാക്കേണ്ടതിന് വ്യത്യസ്തമായ മാനദണ്ഡങ്ങളാണ് ഉള്ളത്. ചില യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷന് മുമ്പ് തന്നെ റിസർച്ച് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. എന്നാൽ ചില യൂണിവേഴ്സിറ്റികളിൽ, പ്രത്യേകിച്ച് തമിഴ്നാട് യൂണിവേഴ്സിറ്റികളിൽ, അഡ്മിഷന് ശേഷമാണ് റിസർച്ച് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി റിസർച്ച് പ്രപ്പോസലിന്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. സാധാരണയായി ഒരു PhD റിസർച്ച് പ്രപ്പോസലിൽ വേണ്ടത് 1500 മുതൽ 3000 വേർഡ്സ് വരെയാണ്. അതായത് 5 മുതൽ 10 പേജുകൾ വരെ ആയിരിക്കും. വീണ്ടും പറയട്ടെ, ഇത് നിങ്ങൾ എൻറോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി അനുസരിച്ചിരിക്കും എന്ന് കൂടി മനസ്സിലാക്കുക. ചില യൂണിവേഴ്സിറ്റികളിൽ വേർഡ്സ് എത്ര വേണമെന്ന് കൃത്യമായ ഒരു കണക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതാത് യൂണിവേഴ്സിറ്റിയുടെ മാനദണ്ഡം അനുസരിച്ച് വേണം റിസർച്ച് പ്രപ്പോസൽ തയ്യാറാക്കാൻ. ഇനി റിസർച്ച് പ്രപ്പോസൽ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പറയാനുള്ളത്, ഓരോ യൂണിവേഴ്സിറ്റിയുടെയും റിസർച്ച് പ്രപ്പോസൽ ഫോർമാറ്റ് വ്യത്യസ്തമായതുകൊണ്ട് നിങ്ങൾ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സർവകലാശാലയുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതായി, കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് ക്ലിയർ എന്നതാണ്. വാരി വലിച്ചെഴുതരുത്. ഗൈഡിന് എപ്പോഴും ക്ലാരിറ്റിയാണ് വേണ്ടത്. അടുത്ത കാര്യം, ഗവേഷണത്തിനായി എപ്പോഴും ഏതെങ്കിലും ഒരു നാരോ ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. വളരെ ബ്രോഡായ ടോപ്പിക് എടുത്താൽ കംപ്ലീറ്റ് ചെയ്യാൻ വളരെ കൂടുതൽ സമയം വേണ്ടി വന്നേക്കാം. നിങ്ങൾക്ക് 3-4 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ടോപ്പിക് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം, എപ്പോഴും പുതുമയുള്ള ആശയം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ റെഫർ ചെയ്ത അക്കാഡമിക് സോഴ്സസ് റിസർച്ച് പ്രപ്പോസലിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ റിസർച്ച് ചെയ്യാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ടെന്ന് അതിലൂടെ ഗൈഡിന് മനസ്സിലാക്കാൻ സഹായിക്കും. മാത്രമല്ല, സോഴ്സ് കാണിക്കേണ്ടത് റിസർച്ച് എത്തിക്സിന്റെ ഭാഗവുമാണ്. ഇനി റിസർച്ച് പ്രപ്പോസലിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് നോക്കാം. ഒരു നല്ല PhD പ്രപ്പോസലിൽ സാധാരണയായി ഉണ്ടാകേണ്ട ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ പറയാം. 1. ടൈറ്റിൽ. എപ്പോഴും ടൈറ്റിൽ വളരെ വ്യക്തമായിരിക്കണം. 2. ഇൻട്രൊഡക്ഷൻ. നിങ്ങളുടെ റിസർച്ച് ടോപ്പിക്ക് എന്താണ്, അത് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തണം. 3. റിസർച്ച് പ്രോബ്ലം അല്ലെങ്കിൽ റിസർച്ച് ഗ്യാപ്പ്. അതായത് നിങ്ങൾ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കിൽ ഓൾറെഡി നടന്നിട്ടുള്ള റിസർച്ചിൽ എന്താണ് നിങ്ങൾ കണ്ട കുറവ്, വാട്ട് ഈസ് മിസ്സിംഗ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, മുൻപ് നടത്തിയിട്ടുള്ള റിസർച്ചിൽ കവർ ചെയ്യാത്ത ആസ്പെക്ട്സ് തുടങ്ങിയ നിങ്ങളുടെ റിസർച്ചിൽ കവർ ചെയ്യാൻ പോകുന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിവ ഉൾപ്പെടുത്തുക. ഉദാഹരണത്തിന്, നേരത്തെ നടത്തിയ റിസർച്ചിൽ സർവേ മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പാർട്ടിസിപ്പൻസിന്റെ ഇന്റർവ്യൂ നടത്തിയിട്ടില്ല. വളരെ ചെറിയ ഗ്രൂപ്പിനെയാണ് സർവേ ചെയ്തത്. അതുകൊണ്ട് റിസർച്ച് ഫൈൻഡിങ്സ് കൃത്യമല്ല തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. 4. റിസർച്ച് എയിം ആൻഡ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ റിസർച്ചിലൂടെ എന്താണ് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അവിടെ നൽകാം. 5. ബ്രീഫ് ലിറ്ററേച്ചർ റിവ്യൂ. നിങ്ങൾ റിസർച്ച് ടോപ്പിക്കിനെ സംബന്ധിച്ച് ഓൾറെഡി നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പഠനങ്ങൾ അത് ഇവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. 6. റിസർച്ച് മെത്തഡോളജി. അതായത് നിങ്ങൾ റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ്സ് എന്താണ്, റിസർച്ച് ഡാറ്റ എങ്ങനെ ശേഖരിക്കും, എത്ര പേരെ സ്റ്റഡി ചെയ്യും, എന്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ തെരഞ്ഞെടുത്തു, എങ്ങനെ വിശകലനം ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾ റിസർച്ച് മെത്തഡോളജിയിൽ ഉൾപ്പെടുത്തേണ്ടത്. 7. എക്സ്പെക്ടഡ് കോൺട്രിബ്യൂഷൻ. നിങ്ങൾ റിസർച്ചിലൂടെ ലഭിക്കുന്ന ശാസ്ത്രലോകത്തിന് നിങ്ങൾ എന്ത് പുതിയ അറിവ് നൽകും. 8. ടൈം ലൈൻ. ഗവേഷണ സമയം, അതായത് നിങ്ങളുടെ റിസർച്ചിന് വേണ്ട സമയം എത്രയാണ്. 9. റെഫറൻസസ്. നിങ്ങൾ ഉപയോഗിച്ച പ്രധാനപ്പെട്ട റിസോഴ്സസ് അല്ലെങ്കിൽ പുസ്തകങ്ങൾ, അവയുടെ ഡീറ്റെയിൽസ്. അവസാനമായി PhD പ്രപ്പോസലിന്റെ ചില ഉദാഹരണങ്ങൾ കൂടി നോക്കാം. ആദ്യമായി, PhD മാനേജ്മെന്റിലെ റിസർച്ച് ടോപ്പിക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം. ടൈറ്റിൽ. ഉദാഹരണത്തിന്, ദ ഇമ്പാക്ട് ഓഫ് റിമോട്ട് വർക്ക് ഓൺ എംപ്ലോയി പ്രൊഡക്ടിവിറ്റി ആൻഡ് വെൽബീയിങ് ഇൻ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്ന ടൈറ്റിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇൻട്രൊഡക്ഷൻ. ഈ ടൈറ്റിലിന്റെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ കൊടുക്കാം. റിമോട്ട് വർക്ക് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം സിസ്റ്റം ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്നു. വലിയ കമ്പനികളെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ ഉണ്ടെങ്കിലും സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസുകളെ കുറിച്ചുള്ള പഠനം വളരെ കുറവാണ്. ഈ റിസർച്ച് SME
ജീവനക്കാരുടെ റിമോട്ട് വർക്ക് അനുഭവവും പ്രൊഡക്ടിവിറ്റിയും വെൽബീയിങ്ങും പരിശോധിക്കുന്നു. അടുത്തതായി റിസർച്ച് പ്രോബ്ലം അല്ലെങ്കിൽ റിസർച്ച് ഗ്യാപ്പ് ആണ്. അത് എന്തായിരിക്കാമെന്ന് നോക്കാം. അതായത് ഓൾറെഡി ഈ ടോപ്പിക്കിൽ നടന്നിട്ടുള്ള റിസർച്ചിൽ ഉള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ പ്രോബ്ലം കാണിക്കണം. ഫോർ എക്സാമ്പിൾ, മിക്ക പഠനങ്ങളും വലിയ കമ്പനികളെ കുറിച്ചാണ്, പക്ഷേ SME-കളെ കുറിച്ചുള്ള ഗവേഷണം വളരെ കുറവാണ്. അതാണ് ഈ പഠനത്തിലെ ഗ്യാപ്പ്. ഇനി റിസർച്ച് എയിം, SME-കളിലെ റിമോട്ട് വർക്ക് ജീവനക്കാരുടെ പ്രൊഡക്ടിവിറ്റിയും വെൽബീയിങ്ങിനെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് കണ്ടെത്തുക. ഇതാണ് റിസർച്ച് എയിം. ഇനി റിസർച്ച് ക്വസ്റ്റ്യൻസ്. 1. How does remote work affect employee productivity in SMEs? Number 2. How does remote work influence employee well-being? 3. What factors help or hinder successful remote working in SMEs? ഇനി റിസർച്ച് മെത്തഡോളജി. അടുത്തതായി ഏത് റിസർച്ച് മെത്തഡോളജിയാണ് റിസർച്ചിന് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കണം. ഈ പഠനത്തിന് ഉപയോഗിക്കാൻ പോകുന്ന മെത്തഡോളജി ഇവയാണ്. 1. ഡിസൈൻ മിക്സർ മെത്തേഡ്, ഡാറ്റ സർവേ ഓഫ് 200 SME employees, interviews with 20 SME managers, analysis quantitative and qualitative. ഇനി ഗവേഷണത്തിന്റെ എക്സ്പെക്ടഡ് കോൺട്രിബ്യൂഷൻ, അതായത് ഈ റിസർച്ചിലൂടെ നിങ്ങൾ നൽകുന്ന കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും? ഇവിടെ നിങ്ങൾക്ക് എഴുതാം. This study will provide guidance for designing remote work policies that support both productivity and employee well-being. അടുത്തത് ടൈം ലൈൻ. ഫസ്റ്റ് ഇയർ ലിറ്ററേച്ചർ റിവ്യൂ ആൻഡ് ഡിസൈൻ, സെക്കൻഡ് ഇയർ ഡാറ്റ കളക്ഷൻ, തേർഡ് ഇയർ അനാലിസിസ് ആൻഡ് റൈറ്റിംഗ്, ഫോർത്ത് ഇയർ തിസിസ് കംപ്ലീഷൻ. ഇനി സൈക്കോളജിയിലാണ് PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ടൈറ്റിലായി ദ റോൾ ഓഫ് സോഷ്യൽ മീഡിയ യൂസേജ് ഇൻ ആങ്സൈറ്റി ലെവൽസ് എമംഗ് യങ് അഡൽട്സ് എന്നത് എടുക്കാം. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ സോഷ്യൽ മീഡിയ പ്ലേസ് എ മേജർ റോൾ ഇൻ യങ് പീപ്പിൾസ് ലൈഫ്സ്. Some studies link heavy use with anxiety, but results is mixed. This research explores how different types of social media use influence anxiety levels. Research gap partil, current findings are inconsistent. Many studies measure general screen time, but fewer look at different behaviors such as posting, scrolling, comments, and comparing oneself with others. Research aim to analyze how specific social media behaviors contribute to anxiety among young adults aged 18 to 25. ഇനി വരുന്നത് റിസർച്ച് ക്വസ്റ്റ്യൻ, മെത്തഡോളജി, ടൈം ലൈൻ തുടങ്ങിയ കാര്യങ്ങൾ സെയിം മാനേജ്മെന്റിൽ ഉപയോഗിച്ച് സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. ഇനി പ്രധാനമായി എക്സ്പെക്ടഡ് കോൺട്രിബ്യൂഷൻ ആണ് വരുന്നത്. നോക്കാം, അത് ഇങ്ങനെ എഴുതാം. This study will help psychologists and educators understand how different online behaviors influence mental health, leading to better digital well-being strategies. ഒരു കാര്യം ഓർക്കണേ, ഇതെല്ലാം ഒരു സാമ്പിൾ മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഇതിനെ മികച്ച രൂപത്തിൽ പ്രസന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും റിക്വയർമെന്റ് വ്യത്യസ്തമായിരിക്കും എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ PhD പ്രപ്പോസലിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഇവയാണ്. 1. റിസർച്ച് പ്രോബ്ലം, റിസർച്ച് കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. 2. റിസർച്ച് ഗ്യാപ്പ്, മുൻപ് ഈ വിഷയത്തിൽ നടത്തിയ റിസർച്ചിൽ കാണുന്ന കുറവ്. 3. ലിറ്ററേച്ചർ റിവ്യൂ, മുൻ ഗവേഷണങ്ങൾ എന്ത് പറയുന്നു ആൻഡ് എന്താണ് അവർ പറയാത്തത് എന്നുള്ളവ. 4. മെത്തഡോളജി, നിങ്ങൾ റിസർച്ച് എങ്ങനെ നടത്തും, ഉപയോഗിക്കുന്ന മാർഗങ്ങൾ, എത്തിക്സ് തുടങ്ങിയവ. ഈ വീഡിയോയിലൂടെ PhD റിസർച്ച് പ്രപ്പോസൽ എന്താണ്, എങ്ങനെ തയ്യാറാക്കണം, എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ കേരളത്തിലെ PhD അഡ്മിഷൻ പ്രോസസിനെ കുറിച്ചും കേരളത്തിലെ പാർട്ട് ടൈം PhD കുറിച്ചും ജേർണൽ പബ്ലിക്കേഷൻ, തിസീസ് കൂടാതെ ബാക്ക് ഡേറ്റഡ് PhD കുറിച്ചുമുള്ള വീഡിയോകളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിലെ PhD അഡ്മിഷൻ നോട്ടിഫിക്കേഷനെ കുറിച്ചും PhD കുറിച്ചുള്ള UGC അപ്ഡേഷൻസ് ടോപ്പിക്സുകളെ കുറിച്ചുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യണേ. കൂടാതെ ഓരോ യൂണിവേഴ്സിറ്റികളിലെ PhD നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ അറിയിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.